اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഹിക്മത്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ഹഖ്ഖു ലൈസ ബിമഹ്ജൂബിൻ അൻക വ ഇന്നമൽ മഹ്ജൂബു അൻത അനിൻ നളരി ഇലൈഹി ഇദ് ലൗ ഹജബഹു ഷൈഉൻ ലസതറഹു മാ ഹജബഹു വലൗ കാന ലഹു സാത്തിറുൻ ലകാന ലിവുജൂദിഹി ഹാസിറുൻ വകുല്ലു ഹാസിരിൻ ലിശൈഇൻ ഫഹുവ ലഹു ഖാഹിറുൻ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി. വളരെ പ്രധാനപ്പെട്ട ഒരു ഹിക്മത്താണ്, എല്ലാവരും ശ്രദ്ധിക്കുക. അൽ ഹഖ്ഖു, പരമമായ സത്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. ലൈസ ബിമഹ്ജൂബിൻ അൻക, നിന്നെ തൊട്ട് മറക്കപ്പെട്ടവനല്ല. അല്ലാഹു തആല ഒരിക്കലും നിന്നെ തൊട്ട് എന്തല്ല, മറക്കപ്പെട്ടവനല്ല. അല്ലാഹു തആലയാണ് യഥാർത്ഥത്തിൽ എന്ത്, പ്രത്യക്ഷമായവൻ. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കുകയാണെങ്കിൽ അവനക്ക് ഈ ലോകത്ത് എന്ത് മാത്രമേ കാണുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ കാണുള്ളൂ. അപ്പോ അൽ ഹഖ്ഖു, പരമമായ സത്യമാകുന്ന അല്ലാഹു തആല, ലൈസ ബിമഹ്ജൂബിൻ അൻക, നിന്നെ തൊട്ട് മറക്കപ്പെട്ടവനല്ല. പിന്നെ എന്താ നമുക്ക് അള്ളാഹുവിനെ കാണാത്തത്? എവിടെ നോക്കിയിട്ട് നമുക്ക് അള്ളാഹിനെ കാണുന്നില്ലല്ലോ. വ ഇന്നമൽ മഹ്ജൂബു അൻത, നീയാണ് മറക്കപ്പെട്ടത്. നീയാണ് സത്യത്തിൽ എന്ത് ചെയ്തത്, മറക്കപ്പെട്ടത്. അനിൻ നളരി ഇലൈഹി, അള്ളാഹുവിലേക്കുള്ള ദർശനത്തിനെ തൊട്ട്, അള്ളാഹുവിലേക്ക് നോക്കുന്നതിനെ തൊട്ട് നീയാണ് മറക്കപ്പെട്ടത്. നിനക്കാണ് മറയുള്ളത്. അള്ളാഹു താലാക്ക് എന്തില്ല, മറല്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചില മറകളുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. അല്ലെ, ഏതൊരു കുഞ്ഞും പ്രസവിക്കപ്പെടുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അവനൊരു കലർപ്പില്ലാത്ത ശുദ്ധ പ്രകൃതിയിലാണ് ഏതൊരു കുഞ്ഞും ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നത്. പിന്നെ ആ വ്യക്തിയെ ജൂതനാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും മുസ്ലിമാക്കുന്നതൊക്കെ ആരാണ്? മാതാപിതാക്കളാണ്. അപ്പൊ എല്ലാവരും ജനിക്കുന്ന സമയത്ത് എന്താണ്, ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെ നമ്മളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചില മറകളുണ്ട്, നമ്മളെ ചില പോരായ്മകള്. ആ മറകൾ കാരണമായിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയാത്തത്? അള്ളാഹുവിനെ കാണാൻ കഴിയാത്തത്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് ആരെ കാണാൻ കഴിയും? അള്ളാഹുവിനെ കാണാൻ കഴിയും. ഏത് കണ്ണുകൊണ്ട്? ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. ബസീറത്തിന്റെ ഐന് കൊണ്ട് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, നീ അള്ളാഹു തആലയിലേക്കുള്ള ഉസൂലാകലാണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഫബ്ഹസ് അൻ ഉയൂബി നഫ്സിക, നിന്റെ നഫ്സിന്റെ പോരായ്മകൾ ഉണ്ടല്ലോ, അത് നീ അന്വേഷിക്കുക. എന്താണ് നിന്റെ നഫ്സിന്റെ പോരായ്മകൾ എന്ന് നീ അന്വേഷിക്കുക. എന്നിട്ട് വആലിജിഹ, നീ അതിനെ ചികിത്സിക്കുക. അപ്പൊ ഫൈനൽ ഹിജാബ ഇർതഫിഉ അൻക, നിന്നെ തൊട്ടുള്ള മറണ്ടല്ലോ, അത് അല്ലാഹു തആല എന്ത് ചെയ്യും? നീക്കിത്തരും. അങ്ങനെ ഫതസിലു ഇല നളിരി ഇലൈഹി ബിഐനി ബസീറതിക, നിന്റെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട്, ബസീറത്തിന്റെ ഐനുകൊണ്ട് എന്ത് ചെയ്യും? അള്ളാഹുവിലേക്ക് നോക്കി നീ അള്ളാഹുവിലേക്ക് ഉസൂലാകും. അപ്പൊ നീ മുഷാഹദന്റെ മഖാമിലേക്ക് എത്തുന്നൊക്കെ ഇതിന്റെ ശറഹിൽ പറയുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി വായിക്കാണ്. അൽ ഹഖ്ഖു, പരമമായ സത്യം അല്ലാഹു തആല, ലൈസ ബിമഹ്ജൂബിൻ അൻക, നിന്നെ തൊട്ട് എന്തല്ല, മറക്കപ്പെട്ടവനല്ല. പിന്നെ എന്താ മറക്കപ്പെട്ടത്? വഇന്നമൽ മഹ്ജൂബു അൻത, നീയാണ് മറക്കപ്പെട്ടത്. നീയാണ് മറക്കപ്പെട്ടവൻ. എന്തിനെ തൊട്ട്? അനിൻ നളരി ഇലൈഹി, അള്ളാഹുവിലേക്ക് ദർശിക്കുന്നതിനെ തൊട്ട്. അപ്പൊ നിന്റെ ചില പോരായ്മകൾ കാരണമായിട്ടാണ് നിനക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയാത്തത് എന്ന് ചുരുക്കം. ഇനി ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ഇനി അല്ലാഹു തആല മറക്കപ്പെട്ടാതെ നീ സങ്കല്പിക്കുകയാണെങ്കിൽ ഇത് കാരണം ലൗ ഹജബഹു ഷൈഉൻ,
വല്ല വസ്തുവും അല്ലാഹു തആലാനെ തടയുന്നുവെങ്കിൽ, വല്ല വസ്തുവും അല്ലാഹു തആലാനെ തടയുന്നുവെങ്കിൽ ലസതറഹു മാ ഹജബഹു, ആ തടയുന്ന വസ്തു അല്ലാഹു തആലക്ക് മറയാകൂലേ? വല്ല വസ്തുക്കളും അള്ളാഹിനെ മറക്കാൻ, ഏതെങ്കിലും ഒരു വസ്തുവിനെ അള്ളാഹുവിനെ മറക്കാൻ കഴിയുമെങ്കിൽ ആ വസ്തു അല്ലാഹു തആലക്ക് എന്തായി മാറും? ഒരു മറയായി മാറൂലേ? ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു കവറിൽ ഒരു സാധനം കൊണ്ടുപോവുകയാണ്. ഇപ്പൊ ഇതിന്റെ ഷറഹിലൊക്കെ അങ്ങനത്തെ ഉദാഹരണം പറയണത്. ഒരു കവറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സാധനം കൊണ്ടുപോവുകയാണെങ്കിൽ ആ കവർ അതിന്റെ ഉള്ളിലത്തെ സാധനത്തിനെ മറക്കണില്ലേ? ഇപ്പൊ നമ്മൾ അങ്ങാടിയിൽ നിന്ന് ഒരു സാധനം എന്ത് ചെയ്യാണ്? കൊണ്ടുവരികയാണ് അല്ലേ? അപ്പൊ 2-3 കവറിലൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എത്തിയമ്പാടി നോക്കണ്ട വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണില്ല? കാണുന്നില്ല. കാരണം എന്താ? ആ കവറ് അതിന്റെ ഉള്ളിലത്തെ സാധനത്തിന് എന്ത് ചെയ്തു? കുറച്ചു. കാരണം ഇത് ലൗ ഹജബഹു ഷൈഉൻ, വല്ല വസ്തുവും അല്ലാഹു തആലാനെ തടയുന്നുവെങ്കിൽ ലസതറഹു മാ ഹജബഹു, ആ തടയുന്ന വസ്തു അല്ലാഹു തആലക്ക് മറയാകും. അപ്പൊ അവിടെ വേറെ പ്രശ്നമുണ്ട്. വലൗ കാന ലഹു സാത്തിറുൻ, അല്ലാഹു തആലാനെ വല്ല വസ്തുവും മറച്ചാല്, അല്ലാഹു തആലാനെ വല്ല വസ്തുവും മറക്കുന്നുവെങ്കിൽ ലകാന ലിവുജൂദിഹി ഹാസിറുൻ, അല്ലാഹു തആലാന്റെ അസ്തിത്വത്തിനെ എന്ത് ചെയ്തു? അത് പരിമിതപ്പെടുത്തി. അല്ലാഹു തആലാന്റെ ആ മുഖദ്ദസായ ദാത്തുണ്ടല്ലോ, ആ സത്ത, അതിനെ എന്ത് ചെയ്യും? ഈ സാധനം, ഈ മറക്കുന്ന ഈ വസ്തു പരിമിതപ്പെടുത്തും. ഇപ്പോ ഞാനൊരു വലിയ ബിൽഡിങ്ങിൽ നിൽക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിൽ നിൽക്കുന്ന, ഉള്ളിൽ നിൽക്കുന്ന എന്നെ പുറത്തുള്ള ആൾക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താ? എന്നെ ഈ ബിൽഡിങ് പരിമിതപ്പെടുത്തി. കവറിന്റെ ഉള്ളിലുള്ള സാധനം, ആ സാധനത്തിനെ കവർ എന്ത് ചെയ്തു? പരിമിതപ്പെടുത്തി. മറ്റുള്ളവര് കാണുന്നതിനെ തൊട്ട് എന്ത് ചെയ്തു? ഈ സാധനം അതിനെ പരിമിതപ്പെടുത്തി. അപ്പൊ അള്ളാഹുവിനെ ഒരു വസ്തു പരിമിതപ്പെടുത്തി എന്ന് വരും. അള്ളാഹുവിനെ ഒരു വസ്തു പരിമിതപ്പെടുത്തി എന്ന് വരും. വലൗ കാന ലഹു സാത്തിറുൻ, അല്ലാഹു തആലാനെ മറക്കുന്ന ഒരു വസ്തു ഉണ്ടായാല് ലകാന ലിവുജൂദിഹി ഹാസിറുൻ, അല്ലാഹു തആലാന്റെ അസ്തിത്വത്തിനൊക്കെ എന്തുണ്ടാവും? ഒരു പരിമിതപ്പെടുത്തലുണ്ടാവും. ആ വസ്തു അള്ളാഹുവിനെ പരിമിതപ്പെടുത്തി എന്ന് വരും. വകുല്ലു ഹാസിരിൻ ലിശൈഇൻ, ഒരു ഷൈഇനെ പരിമിതപ്പെടുത്തുന്ന എല്ലാതും ഫഹുവ ലഹു ഖാഹിറുൻ, അത് ആ വസ്തുവിന്റെ മേൽ അധികാരം ചെലുത്തി എന്നും വരും. ആ വസ്തു അതിന്റെ മേൽ എന്ത് ചെയ്തു? അധികാരം ചെലുത്തി എന്ന് വരും. അപ്പൊ അല്ലാഹു തആലാനെ മറക്കുന്ന ഒരു വസ്തു ഉണ്ടെങ്കിൽ അല്ലാഹു തആലാന്റെ മേലില് മറ്റൊരു വസ്തുവിനക്ക് അധികാരമുണ്ട് എന്ന് വരൂലേ? എന്നാ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ എന്തേ പറഞ്ഞത്? വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി, വഹുവ, അല്ലാഹു തആലയാണ് അൽ ഖാഹിറു, എന്ത്? അധികാരം ചെലുത്തുന്നവൻ, ഫൗക ഇബാദിഹി, അവന്റെ അടിമകൾക്ക് മീതെ അധികാരം ചെലുത്തുന്നവൻ ശരിക്കും ആരാണ്? അല്ലാഹു തആലയാണ്. അപ്പൊ അല്ലാഹു തആലാനെ മറക്കാൻ ലോകത്തൊരു വസ്തുവിനും സാധ്യമല്ല. അങ്ങനെ അല്ലാഹു തആലാനെ മറക്കുന്ന ഒരു വസ്തു ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അല്ലാഹു തആലാനെ മറ്റൊരു വസ്തു കീഴ്പ്പെടുത്തി സ്വന്തം അധീനതയിലാക്കി അള്ളാഹുവിന്റെ മേൽ മറ്റൊരു വസ്തുവിനക്ക് അധികാരമുണ്ട് എന്ന് വരും. അത് അള്ളാഹുവിന്റെ മുഖദ്ദസായ ദാത്തിലേക്ക് നോക്കുമ്പോൾ അത് മുഹാലാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ ലോകത്തൊരു വസ്തുവും എന്തിനെ മറക്കൂല? അള്ളാഹുവിനെ മറക്കൂല. പിന്നെ എന്താണ് അള്ളാഹുവിനെ മറക്കുന്നത്? നമ്മളിലുള്ള ചില പോരായ്മകളാണ്. മഹാന്മാർ പറയുന്നുണ്ട് 3 കാര്യങ്ങൾ: ദാ, ദവാ, ഷിഫാ. ദാ എന്ന് പറഞ്ഞാൽ രോഗം വന്നാലുള്ളതാണ് ദവാ, ചികിത്സ. ചികിത്സിച്ചാൽ കിട്ടുന്നതാണ് ഷിഫാ. ആ 3 കാര്യങ്ങൾ നിങ്ങളെ ഹൃദയത്തിന് നടത്തുമ്പോഴേ നിങ്ങളുടെ ഹൃദയം നേരാവുള്ളൂ. ഒന്ന് ദാ, രോഗം. ആ രോഗമാണ് നമ്മളെ അള്ളാഹുവിനെ കാണുന്നതിന് തൊട്ട് എന്ത് ചെയ്യണത്? മറക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു അള്ളാഹുവിലേക്ക് നോക്കിയിട്ട് ഒരു സെക്കൻഡ് പോലും അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ഒമാന്ന് പറയില്ല നമ്മള്, അത് ചിമ്മാത്ത മഹാനായിരുന്നു. ആര്? സയ്യിദുന മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു അല്ലേ? ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു എന്ന് പറഞ്ഞില്ലേ, ഒരു സെക്കൻഡ് അള്ളാഹു തആല എന്നിൽ നിന്ന് മറഞ്ഞാൽ ഞാനൊരു മുഅ്മിനാണ് എന്ന് എന്ത് ചെയ്യണില്ല? അംഗീകരിക്കുന്നില്ല. ഇതിലിപ്പോ 2 കൂട്ടക്കാരുള്ളത്. എവിടെ നോക്കിയാലും അള്ളാഹനെ കാണാത്തൊരു കൂട്ടക്കാര്, നമ്മളെ പോലത്തെ ആൾക്കാർ. എവിടെ നോക്കിയാലും എന്തിനെ കാണുന്നില്ല? അള്ളാഹനെ കാണുന്നില്ല. ഇനി വേറൊരു കൂട്ടക്കാരുണ്ട്, എവിടെ നോക്കിയാലും അള്ളാഹനെ കാണുന്നുള്ളൂ. എവിടെ നോക്കിയാലും അവർക്ക് എന്തേ കാണുന്നുള്ളൂ? അള്ളാഹുവിനെ മാത്രമേ അവർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? കാണുന്നുള്ളൂ. ഇങ്ങനെ 2 കൂട്ടക്കാര്. അപ്പൊ നമ്മളെ ദർജ നമ്മളെന്നെ എന്ത് ചെയ്താൽ മതി? ഒന്ന് മനസ്സിലാക്കിയാൽ മതി.
സ്വാലിഹീങ്ങളാകുന്ന ആൾക്കാരൊക്കെ അങ്ങനെയായിരുന്നു. ഓല് ഏതൊരു വസ്തുവിലും അവർക്ക് അള്ളാഹുവിനെ കണ്ടിരുന്നു. ഏതൊരു വസ്തുവിലേക്ക് നോക്കുമ്പോഴും അള്ളാഹുവിനെ അവർക്ക് എന്ത് ചെയ്യുമായിരുന്നു? മനസ്സിലാകുമായിരുന്നു. ശരിക്കും എന്താണെന്നറിയോ, നമ്മളൊക്കെ സത്യത്തിൽ ഷാഹിദാണ്. അള്ളാഹുത്താല ഏകനാണ് എന്നും അള്ളാഹുത്താല മാത്രമേ ആരാധ്യനുള്ളൂ എന്നൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന ആൾക്കാരാ. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും പള്ളിക്ക് വരുമോ? ഇല്ല. പക്ഷെ നമ്മൾ ആരും ഒക്കെ ഷാഹിദീങ്ങളാണ്, പക്ഷെ നമ്മൾ ആരിഫീങ്ങളല്ല. മനസ്സുകൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട് അള്ളാഹുത്താല ഏകനാണ്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ പറയുന്നു. പക്ഷെ അത് കണ്ടിട്ട് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. ആരിഫായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണില്ല? പറയണില്ല. കാരണം എന്താ? ഹൃദയത്തിലേക്ക് നമുക്ക് തട്ടിയിട്ടില്ല. ഇപ്പോ ദുന്നൂനുൽ മിസ്രിയുടെയും റാബിയത്തുൽ അദവിയയുടെയും കഥ പറയുന്നുണ്ട്. ദുന്നൂനുൽ മിസ്രിയുടെയും റാബിയത്തുൽ അദവിയയുടെയും കഥ പറയുന്നിടത്ത് ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു റാബിയത്തുൽ അദവിയോട് ചോദിക്കുന്നുണ്ട്, റാബിയ, നിനക്ക് ഞാൻ കുടിച്ച കള്ളു വേണോ? നിനക്ക് ഞാൻ കുടിച്ച കള്ളു വേണം. അപ്പൊ മഹദി പറയുന്നുണ്ട് വേണം. ആ സമയത്ത് ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു തന്റെ ഷറഫാക്കപ്പെട്ട വലത്തെ കൈ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി എന്തോ ഒരു സാധനം എടുക്കുന്നത് പോലെ എടുത്തിട്ട് റാബിയ എന്ന് പറയുന്ന മഹദിയുടെ കൽബിന്റെ ഭാഗത്തേക്ക് ഇട്ടുകൊടുത്തു. രണ്ടുപേരും കപ്പലിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. റാബിയത്തുൽ അദവിയ അത് ആ ഈമാനിക പ്രബണ്ടല്ലോ, അള്ളാഹുവിന്റെ ദിവ്യ പ്രകാശം അത് ഹൃദയത്തിലേക്ക് തട്ടിയപ്പോൾ ഒറ്റ ചാട്ടാ പുറത്തേക്ക്. എങ്ങോട്ട്? ബഹറിലേക്കാണ് ചാടി. കാരണം അത് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല. അത് പ്രത്യേകമായ ആനന്ദ ലഹരിയാണ്. ആ ലഹരി നമ്മളിലേക്ക് വന്നിറങ്ങുന്ന സമയത്ത് നമുക്ക് സ്വബോധം ഉണ്ടാവൂല. അങ്ങനെയാണ് ചില മഹാന്മാരൊക്കെ മജ്ദൂബുകളായി ചരിത്രത്തിൽ പറയുന്നുണ്ട്. മജ്ദൂബുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോകത്തിന് തന്നെ മറന്നുപോയി. ഒരു ഉമ്മാനെ മറന്നു, വാപ്പാനെ മറന്നു, കുടുംബങ്ങളെ മറന്നു, എല്ലാത്തിനെയും മറന്നു. കാരണം അള്ളാഹുവാകുന്ന ലഹരി ഓല ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് ആനന്ദമായി ഇങ്ങോട്ട് വന്നപ്പോ ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളെയും മറന്നു. ഓല എന്ത് മാത്രമേ കാണുന്നുള്ളൂ? അള്ളാഹുവിനെ മാത്രമേ കാണുന്നുള്ളൂ. ഈ അള്ളാഹു എന്ന് പറയുന്ന ഉന്മാദത്തിന്റെ ലഹരി ദുന്നൂനുൽ മിസ്രി എന്ന് പറയുന്ന മഹാൻ റാബിയത്തുൽ അദവിയക്ക് കൊടുത്തപ്പോ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നുപോയി. ആര്? മഹദിയാകുന്ന റാബിയത്തുൽ അദവിയ. 30 കൊല്ലക്കാലം ചരിത്രത്തിൽ കാണാം. 30 കൊല്ലക്കാലം വെറും വെള്ളവും കാട്ടിലെ പഴങ്ങളും ഇലകളും മാത്രം കഴിച്ചിട്ടാണ് മഹദി ജീവിച്ചത്. വഫാത്തിന്റെ സമയം വരെ. വഫാത്തിന്റെ സന്ദർഭത്തില് തന്റെ പ്രിയപ്പെട്ട യഹിയ എന്ന് പറയുന്ന ശിഷ്യനെ ഒരു ഈത്തപ്പഴം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പറഞ്ഞയച്ചു. ഒരു ഈത്തപ്പഴം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു ഈത്തപ്പഴം കഴിക്കണം, ഞാനത് കഴിച്ചിട്ടില്ല, അത് കാലങ്ങളായിട്ട് കഴിച്ചിട്ടില്ല, എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ യഹിയ എന്ന് പറയുന്ന മഹാൻ ഇങ്ങനെ പോണ സമയത്ത് ഒരു കാക്ക എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു ഈത്തപ്പഴം ഇട്ടുകൊടുത്തു. അപ്പൊ അത് മഹദിക്ക് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ സമ്മാനക്കാരെന്ന് വിചാരിച്ച് യഹിയ എന്ന് പറയുന്ന മഹാൻ ആ ഈത്തപ്പഴവുമായിട്ട് റാബിയത്തുൽ അദവിയനെ കാണാൻ പോയി. ഫസ്റ്റ് തന്നെ ഒരു ചോദ്യം, ഇത് എവിടുന്ന് കിട്ടി? ഇതൊരു കാക്ക കൊടുന്നു തന്നതാണ്. അപ്പൊ മഹദി പറഞ്ഞു, ഇതൊരു പക്ഷേ ശൈത്താന്റെ ചതിയായിരിക്കാം. എന്റെ വഫാത്തിന്റെ സമയത്ത് പോലും എന്റെ ഈമാൻ കെടുത്തിക്കളയാൻ ഇബ്ലീസിന്റെ പണിയായിരിക്കും അത്. അതുകൊണ്ട് റാബിയക്കിന് ദുനിയാവിലെ ഈത്തപ്പഴവും കാരക്കൊന്നും വേണ്ട, ആഖിറത്തിൽ പടച്ചവൻ നൽകുന്നത് മതി എന്ന് പറഞ്ഞ് ലോകത്തോട് കൂടെ പറഞ്ഞു. ആ ഒരു ആനന്ദ ലഹരിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? മഹാന്മാരുമായുള്ള സമ്പർക്കമാണ്. സ്വാലിഹീങ്ങളുമായുള്ള ആ സമ്പർക്കം ഉണ്ടല്ലോ, ആ സമ്പർക്കത്തില് ഹൃദയത്തിന് മാറ്റം വന്നു. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്തു? ജയ്ഫാൽ ജൂക്കി എന്ന് പറയുന്ന മഹാൻ ഖാജയുടെ ഒരൊറ്റ നോട്ടം കൊണ്ട് അബ്ദുള്ള ബയാബാനി എന്ന് പറയുന്ന ആളായി മാറി. കാരണം എന്താ? ഖാജയുടെ ഹൃദയത്തിൽ അള്ളാഹുവാകുന്ന ദിവ്യ പ്രകാശമുണ്ട്. ആ പ്രകാശം കൊണ്ടുള്ളൊരു നോട്ടം ജയ്ഫാൽ ജൂക്കി എന്ന് പറയുന്ന ഒരു സാഹിറായ മനുഷ്യനിലേക്ക് നോക്കിയപ്പോ അബ്ദുള്ള ബയാബാനി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഏറ്റവും ആരിഫും ഉന്നതനുമായ വലിയായിട്ട് എന്ത് ചെയ്തു? ഖാജയുടെ മുരീദായി ആ വ്യക്തി മാറി. ആര്? ജയ്ഫാൽ ജൂക്കി. അപ്പൊ ഹൃദയത്തിൽ ദിവ്യ പ്രകാശം വരുമ്പോ അത് പ്രത്യേക ഒരു ആനന്ദാണ്. അപ്പൊ നമുക്ക് എന്ത് മാത്രമേ ഈ ലോകത്ത് കാണുള്ളൂ? അള്ളാഹുവിനെ മാത്രമേ കാണുള്ളൂ. അതിന് ഒരുപാട് അധ്വാനിക്കൊന്നും വേണ്ട. ഉള്ള സമയം അള്ളാഹു താലാക്ക് വേണ്ടി നീക്കി വെച്ചാൽ മതി. ഇനി എപ്പോഴാ നമ്മൾ അള്ളാഹു താലാക്ക് വേണ്ടി നമ്മളെ സമയം മാറ്റി വെക്കുന്നത്? ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി, എന്തിനൊക്കെ വേണ്ടി നമ്മളെ സമയം മാറ്റി വെക്കുന്നുണ്ട്? ഒരു അള്ളാഹുവിനെ എനിക്ക് കാണണം, എന്നെ പടച്ച റബ്ബാണ്, എന്നെ പരിപാലിക്കുന്ന റബ്ബാണ്, ആ റബ്ബിനെ എനിക്കൊന്ന് കാണണം.
എന്റെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ടൊന്ന് ദർശിക്കണം. എനിക്കൊന്ന് ഉറപ്പ് വരുത്താണ്ട് ബഹുമാനപ്പെട്ട ആര്? സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലെ? അദ്ദേഹം അള്ളാഹുവിനോട് ചില തെളിവുകൾ ചോദിച്ചപ്പോൾ അള്ളാഹു തആല പറഞ്ഞില്ലേ, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് എന്താ എന്നെ വിശ്വാസമില്ലെന്ന് ചോദിച്ചില്ലേ? അപ്പൊ എന്തേ പറഞ്ഞത്? വലാക്കില്ലി യത്മഇന്ന ഖൽബി, എന്റെ കൽബിനൊരു സമാധാനം കിട്ടാനാണ്, അല്ലാതെ എനിക്ക് വിശ്വാസമില്ലായിട്ടൊന്നുമല്ല. എന്റെ കൽബിനൊക്കെ ഒരു തുമഅ്നീനത്ത് കിട്ടണം. ആ തുമഅ്നീനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്ത് വേണം? നമ്മളെ കൽബിന്റെ പോരായ്മകൾ, നഫ്സിന്റെ പോരായ്മകളുണ്ട്, അതിനെ നമ്മൾ പൂർണ്ണമായും കഴുകിക്കളയണം. ആകെ നമ്മളെ ഇവിടെ അടിഞ്ഞു കൂടിയിട്ട് ആ ഹൃദയത്തിന്റെ കണ്ണിന് മറയായിട്ട് ആ സാധനം നിൽക്കുകയാണ്. അതുള്ള കാലത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അള്ളാഹുവിനെ കാണാൻ കഴിയില്ല. അതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, അൽ ഹഖു അല്ലാഹു തആല ലൈസ ബിമഹ്ജൂബിൻ അൻക, നിന്നെ തൊട്ട് മറക്കപ്പെട്ടവനല്ല. വ ഇന്നമൽ മഹ്ജൂബു അൻത, നീയാണ് മറക്കപ്പെട്ടത്. എന്തിനെ തൊട്ട്? അന്നളരി ഇലൈഹി, അല്ലാഹു തആലയിലേക്ക് നോക്കലിനെ തൊട്ട്. ഇത് കാരണം ലൗ ഹജബഹു ഷൈഉൻ, വല്ല വസ്തുവും അല്ലാഹു തആലാക്ക് മറയിട്ടാൽ ലസതറഹു മാ ഹജബഹു, ആ മറയിട്ട വസ്തു അല്ലാഹു തആലനെ മറച്ചു എന്നാണ്. മനസ്സിലാവുണ്ടോ? വലൗ കാന ലഹു സാത്തിറുൻ, അല്ലാഹു തആലാനെ മറക്കുന്ന ഒരു വസ്തു ഉണ്ടായാൽ ലകാന ലി വുജൂദിഹി ഹാസിറുൻ, അല്ലാഹു തആലാന്റെ അസ്തിത്വത്തിന് അത് പരിമിതപ്പെടുത്തി. വകുല്ലു ഹാസിറിൻ ലിശൈഇൻ, ഏതൊരു വസ്തുവിനെയും പരിമിതപ്പെടുത്തുന്നത് ഫഹുവ ലഹു ഖാഹിറുൻ, ആ പരിമിതപ്പെടുത്തുന്ന സാധനത്തിനേക്ക് ആ വസ്തുവിന്റെ മേൽ എന്തുണ്ട്? ഒരു അധികാരമുണ്ട് എന്നതിന്റെ അടയാളമാണത്. എന്നാൽ അള്ളാഹുവാണെങ്കിലോ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അവന്റെ അടിമയുടെ മുകളിൽ അധികാരം ചെലുത്തുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? നമ്മളെ പോരായ്മകളാണ് നമുക്ക് ആരെ കാണാത്തത്? അള്ളാഹിനെ കാണാത്തത്. ഹൃദയത്തിന്റെ കണ്ണു തുറന്നിട്ട് അള്ളാഹുവിനെ കാണാനുള്ള കഴിവ് നമുക്കില്ലാത്തത് നമ്മുടെ നഫ്സിന്റെ അഹങ്കാരം, അസൂയ പോലത്തെ ചില അമ്രാദുൽ കുലൂബുകൾ നമ്മൾ ഉള്ളത് കൊണ്ടാണ്. അതിനെ ഓരോന്നായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇല്ലാതെയാക്കുക. ഇപ്പൊ എനിക്ക് ഒരു പക്ഷെ അഹങ്കാരം ഉണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാകും, നിങ്ങൾക്ക് ചിലപ്പോൾ അസൂയ ഉണ്ടാകുക. അതാവൂല നിങ്ങൾക്ക് ഉണ്ടാകുക, നിങ്ങൾക്ക് അകപ്പെരുമ ഉണ്ടാകുക. അപ്പൊ ഓരോ ആളുകൾക്കും അറിയാം എന്നിലുള്ള എന്നെ അള്ളാനെ തൊട്ട് മറക്കുന്ന ആ ഒരു സാധനം മറ എന്താണെന്ന് ഓരോരുത്തർക്കും അറിയാം. അത് ഏതാണെന്ന് കണ്ടെത്തി അതിനുള്ള ചികിത്സയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളെ കൽബ് സ്വാഭാവികമായിട്ട് അള്ളാഹുവിലേക്ക് തിരിയും. അള്ളാഹുവിനെ മാത്രം കാണുന്ന ഒരു സുന്ദരമായ അനുഭൂതിയുള്ള ഒരു ജീവിതം നമുക്ക് അള്ളാഹു തആല തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാകുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടെ ജീവിക്കാനും അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഒരു റക്അത്തെങ്കിലും നിസ്കരിക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.